ഇപ്പൊ രാവിലെ എത്തിയതാ? ഇന്ന് രാവിലെ എത്തിയത്. ഇത് കല്യാണ പരിപാടി അല്ലേ? കല്യാണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നത്. ഇപ്പൊ വന്ന പാടന്നെ നിന്നെ കാണണമെന്നുണ്ടായിരുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് നിന്റെ ഷോപ്പിലേക്ക് തന്നെ വന്നതാണ്. പിന്നെ അസറുദ്ദീന്റെ അനിയനുണ്ട് എന്നൊക്കെ നന്നായിട്ടറിയാം. അസറുദ്ദീന്റെ ഏട്ടന് സോറി, അതിന്റെ ആ ഒരു കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് ഒന്ന് ചർച്ച ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതും വലിയൊരു സംഭവമാണല്ലോ. രഞ്ജി ട്രോഫിന്റെ സെമി ഫൈനലിലേക്ക് എത്തിച്ചതിന്റെ മുഖ്യ ഘടകമാണ് അസറുദ്ദീൻ. അതിൽ യാതൊരു സംശയമില്ല. അതൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ചർച്ച ചെയ്യാനായിട്ടാണ് റോളാമളിലേക്ക് വന്നേ. പിന്നെ പ്ലസ് അക്കംബസിനൊന്ന് കാണാം. അപ്പൊ ഇവര് തളങ്കരൻസിന്റെ ഒരു ക്രിക്കറ്റ് ഒന്നും നടത്തില്ല? അതിലെങ്ങനെ? അതൊരു വണ്ടർഫുൾ മത്സരമായിരുന്നു അവിടെ നടത്തിയത്. ഒരു സംഘടന പിന്നെ ഇതുകൊണ്ട് വളരെയേറെ മികച്ച രീതിയിലാണ് ആ ടൂർണമെന്റ് അവിടെ നടന്നത്. ഞാൻ ഒരു ദിവസമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ വണ്ടർഫുൾ. 3 ദിവസം ഉണ്ടായിരുന്നില്ല? 3 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ലൈവായിട്ട് കൂടെ യൂട്യൂബിൽ കണ്ടതിൽ ഭയങ്കര ക്ലിയാരിറ്റിയും അത്ര നല്ല രസകരമായി ചെയ്തു. അത് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നടത്തുന്നുണ്ടല്ലോ അവര്. തളങ്കരക്ക് ഒരു കാർണിവൽ തന്നെയാണ് ആ ഒരു ടൂർണമെന്റ്, ഫെസ്റ്റിവൽ പോലെ തന്നെ. സംശയമില്ല. പിന്നെ വേറൊരു ടൂർണമെന്റ് 40ന്റെ ഒരു ടൂർണമെന്റും അവിടെ നടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കാസർഗോട്ടുള്ള ക്രിക്കറ്റ് താരങ്ങൾക്കും പിന്നെ കളിക്കുന്ന ആൾക്കെല്ലാം ഒരു ചാകര തന്നെയാണ് ഇനി വരാൻ പോകുന്നത് കുറെ ദിവസം. ഇന്ത്യയിലെ 40ന്റെ ഉണ്ട്, ലീഗ് ഒരു സൈഡ് നടക്കുന്നുണ്ട്, 20ന്റെ ഒന്ന് കഴിഞ്ഞ എപ്പം കളി തന്നെ. ഇപ്പൊ ചുരുക്കം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫുള്ള് മജ തന്നെ. ട്രോഫി പൊന്തിക്കലെന്നെ ആഴ്ച ആരെല്ലാം ആയിട്ട് എൻജോയ് അത്ര. എനിവേ താങ്ക് യു വെരി മച്ച്. ഷാർജയിലാണ് എത്തിയിട്ടുള്ളത്, റോള മാളിൽ. വാവ്, എക്സലന്റ്.